സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത്. ഇവിടെ എഫെസോസിലുള്ളതായ സഭയ്ക്ക് ഒരു സന്ദേശം കർത്താവ് കൊടുക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾക്ക് വേണ്ടി 7 സഭകൾക്ക് വ്യത്യസ്തമായ സന്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. കർത്താവ് സന്ദേശങ്ങളിൽ കൂടി അവരെ ക്രമപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും വഴി നടത്താനും ശ്രമിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി സഭയുടെ മേലാണുള്ളത്. ഇങ്ങനെ കർത്താവിൽ രക്ഷിക്കപ്പെട്ടതായ സകല വ്യക്തികളെയും അവർ ഒരു സഭയിൽ കൂടിയിരിക്കുന്ന സമയം ഇതൊരു പ്രസ്ഥാനമാണെന്നോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെന്നോ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അവൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട നാം എല്ലാവരും അവൻ്റെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടതായ അവൻ്റെ സഭയാണ്. യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടുകൊണ്ട് ക്രിസ്തു സഭയുടെ അംഗമായി സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാം ദൈവത്തിൻ്റെ സ്വത്താണ്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ആളുകളാണ്. അവൻ നൽകിയിരിക്കുന്ന വലിയ രക്ഷ പ്രാപിച്ച ആളുകളാണ്. അതുമാത്രമല്ല, സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നുവെന്ന് പറയുന്നു. ശരീരത്തിലെ അവയവങ്ങൾ പലതായിരിക്കുന്ന സമയത്തും എങ്ങനെയാണ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ സഭയിൽ വ്യത്യസ്ത തരത്തിൽപ്പെട്ട എത്രയോ ആളുകളുണ്ടെങ്കിലും വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും, അറിവുള്ളവരും അറിവില്ലാത്തവരും, പണമുള്ളവരും ഇല്ലാത്തവരും, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും വ്യത്യസ്ത നിലവാരങ്ങളിലും തരത്തിലും പെട്ടതായ ആളുകൾ ഒരുമിച്ച് വരുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ സഭയിൽ വരുമ്പോൾ അത് ഒന്നായിട്ട് മാറുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, നമ്മുടെ തീക്ഷ്ണത, നമ്മുടെ നോട്ടം യേശുക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ച് ഇരിക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സഭയെ ദൈവമാണ് കാക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ളതായ ദൈവദാസന്മാരെ ഇടയന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ എന്നത് ദൈവദാസന്മാരുടേതല്ല. സഭ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന് സഭയെക്കുറിച്ച് കണക്ക് പറയേണ്ടതായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ക്രിസ്തു ഏൽപ്പിച്ചു തന്നിരിക്കുന്നതായ പണി നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലുണ്ട്. സഭയെ സ്ഥാപിച്ചതും സഭയെ കൊണ്ടുപോകുന്നതും സഭയെ പരിപോഷിപ്പിക്കുന്നതും ഒന്നും തന്നെ ഞങ്ങൾ അല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിയായിട്ട് നമ്മോട് കൂടെയുണ്ട്. നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ്റെ വചനത്താൽ നമ്മെ നടത്തുകയാണ്. ദൈവദാസന്മാർ പറയുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ആകുന്നു. ഇവിടെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത് എന്നെഴുതിയിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ആരാണ്? യോഹന്നാൻ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നാൽ പറയുന്നത് ആരാണ്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത് അതാരാണ്? യേശു ക്രിസ്തു. 7 എന്നത് പൂർണ്ണമായ സംഖ്യയാണ്. 7 നക്ഷത്രങ്ങൾ, അതുപോലെ 7 പൊൻ നിലവിളക്കുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ഈ വചനത്തിൽ കൂടി സാധിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ കർത്താവ് സഭയോട് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ ആഴ്ചകളിലും കർത്താവ് തൻ്റെ സന്ദേശത്തെ സഭയ്ക്ക് കൊടുക്കാറുണ്ട്. ആ സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന സമയത്താണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. എഫെസോസിലെ സഭ എല്ലാ സഭകളെയും അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠതയുള്ളതായ വലിയൊരു സഭയായിട്ട് കാണുവാൻ കഴിയും. പൗലോസ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സഭയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും എത്ര കഷ്ടപ്പെട്ടാണ് ആ സഭ സ്ഥാപിച്ചത് എന്ന്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയപ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടു.
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. മാനസാന്തരത്തിനനുസൃതമായ സ്നാനം കഴിക്കണം. നാമമാത്രമായ സ്നാനം സ്വീകരിച്ചതായ അനേകം ആളുകൾ സഭയിൽ ചേർന്നിട്ട് സഭയ്ക്ക് മൊത്തത്തിൽ ഒരു ചീത്തപ്പേര് വരുത്തിവെച്ചതായ ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആലയമാണെന്നുള്ളതായ വിഷയത്തെ, ആ സത്യത്തെ മനസ്സിലാക്കാതെയുള്ളതായ ജീവിത രീതിയാണ് കാണുന്നത്. എഫെസോസിൽ ഭക്തിയുള്ള അനേകം ആളുകളുണ്ട്. ഭക്തി വേറെയാണ്, മാനസാന്തരം വേറെയാണ്. ഒരുപാട് ഭക്തന്മാരുണ്ടാകാം, ചില തെറ്റുകൾ ചെയ്യാതെ അവർ ഇരിക്കാം. എന്നാൽ മാനസാന്തരപ്പെടാത്തവർക്ക് സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. മാനസാന്തരപ്പെട്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് സ്നാനപ്പെടണം. ഈ സന്ദേശം കേൾക്കുന്ന ആളുകളിൽ എത്ര പേർ വാസ്തവമായിട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? ചില ആളുകൾ സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചു പോകുന്ന ആളുകൾ അനേകരുണ്ട്. ചിലർ മറ്റു പല ഇടങ്ങളിൽ നിന്നും വന്നു ചേർന്ന ആളുകളുണ്ട്. നിങ്ങൾ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ വരത്താൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണോ? എന്തെല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതായി ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഭക്തി പേരിനു വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മാവിന്റെ സന്തോഷത്തെ അനുഭവിക്കുവാൻ കഴിയില്ല. അവർ എപ്പോഴും ലോകപ്രകാരമായുള്ള കാര്യമായിരിക്കും ചിന്തിക്കുന്നത്, ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഈ ലോക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമെന്നാൽ ആത്മാവിന്റെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആത്മശക്തി അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഒരു സഭയിലുണ്ടായിരിക്കുന്ന സമയത്ത് പുറമെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ശ്രദ്ധിക്കുമെന്നാൽ സഭയിലുണ്ടായിരിക്കുന്ന ആത്മാവിന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെയുള്ള ദൈവദാസനെ ശ്രദ്ധിക്കും, എന്നാൽ ദൈവദാസൻ പറയുന്നതായ ദൈവവചനത്തിന്റെ സാരാംശത്തെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അനേകം ആളുകൾ ഇന്ന് അനേക സഭകളിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ പൗലോസ് എഫെസോസിൽ ചെന്നതായ സമയത്ത് അവരോട് പറയുകയാണ്, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച സമയത്ത് കുറെ പേർ സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ 12 പുരുഷന്മാർ അവിടെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുവാനിടയായി. അവർ ഭൂതങ്ങളെ പുറത്താക്കി. അവർ വീഥികളിലേക്ക് കടന്നു ചെല്ലുവാനിടയായി, പള്ളികളിൽ ചെല്ലാനിടയായി. അങ്ങനെ പൗലോസിൽ കൂടി അനേകം അത്ഭുത കാര്യങ്ങൾ നടന്നു. കർത്താവ് അനേകം ആളുകളെ തിരഞ്ഞെടുത്തിട്ട് കർത്താവിന്റെ അത്ഭുത വേല ചെയ്യിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ അറിയാത്ത ആളുകളെ യേശു ക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അവരെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എഫെസോസ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രശസ്തമായ, ഒരു വളരെ പേരെടുത്തതായ, പ്രശസ്തി ആർജിച്ച പട്ടണമാണ്. അവിടെ റോമാക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, അതുപോലെ പല വ്യത്യസ്തമായ തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവിടേക്ക് പൗലോസ് ദൈവവേലയുമായിട്ട് കടന്നു ചെല്ലാനിടയായി. നമുക്ക് കാണുവാൻ കഴിയും അനേകം ആളുകൾ, റോമാക്കാർ, ഗ്രീക്കുകാർ, യഹൂദന്മാർ, അങ്ങനെ അനേകം തരത്തിൽപ്പെട്ടതായ ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയായി എന്ന്. അവിടെ ദൈവം ചെയ്തതായ വീര്യപ്രവൃത്തികളെക്കുറിച്ച്, അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ക്ഷുദ്ര പ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് ബലപ്പെട്ടു. എഫെസോസിൽ പൗലോസ് ചെയ്തതായ കർത്താവിന്റെ ശുശ്രൂഷ കാരണം അനേകം ആളുകൾ, മന്ത്രവാദം ചെയ്യുന്ന ആളുകൾ, യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടതായ സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരുന്ന, മന്ത്രം പഠിച്ച വലിയ വലിയ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളയുവാനിടയായി. ഞങ്ങളിപ്പോൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഇനിയും ഞങ്ങൾക്ക് ഈ വകയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത്രമാത്രം ശക്തിയോടെ ദൈവത്തിന്റെ വചനം അനേകരുടെ ഇടയിൽ അവിടെ എഫെസോസിൽ ബലപ്പെടുവാനിടയായി. അവിടെ ചില വർഷങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 31 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വളർത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയിലും വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പൗലോസ് എവിടെയും വിശ്രമിക്കുവാനിടയായില്ല. പൗലോസ് വളരെ കഷ്ടപ്പെട്ടാണ് സഭ സ്ഥാപിച്ചത്.
3 വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതായിട്ട് കാണും. ഒരു സഭ പണിയുക എന്നത്, ഒരു ജനത്തെ ഒരുക്കുക എന്നത് ഒരു ദിവസത്തെ പ്രസവവേദന കൊണ്ട് നടക്കുന്നതല്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ പ്രസവവേദന മതിയാകുമോ? എങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെ നേടിയെടുക്കുവാൻ ഒരു ദിവസത്തെ കണ്ണുനീർ മതിയാകുമോ? വളരെ വേദനയോടുകൂടി അവരെല്ലാം ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വരണമെന്ന ആശയോടുകൂടി, ആത്മഭാരത്തോടുകൂടി, ഒരു അമ്മയെപ്പോലെ സ്നേഹിച്ച്, അപ്പനെപ്പോലെ കരുതി, ഒരു നേതാവിനെപ്പോലെ അവരെ നടത്തി, ഒരു ഗുരുവായിട്ട് അവരെ ഉപദേശിച്ച്, ഒരു സ്നേഹിതനായിട്ട് അവരെ സഹായിച്ച് കൂടെ നടത്തി ആ സഭ പണിതതിന് ശേഷം പൗലോസിന് അവിടെ നിന്ന് കടന്നു പോകേണ്ടി വരികയാണ്. ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ പോയതിനു ശേഷം, ജാഗ്രത, 29-ാമത്തെ വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അബ്ബബ്ബാ, വിപരീത ഉപദേശം പറയുന്ന ആളുകൾ, അവർ പുറത്തുനിന്നല്ല വരുന്നത്. എവിടെ നിന്നാണ് പ്രവേശിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. ഞാൻ കടന്നു പോയതിന് ശേഷം അവർ ആടുകളെ ശ്രദ്ധിക്കുകയില്ല, ആടുകളുടെ കാര്യത്തിൽ സംരക്ഷണ ഏൽക്കുകയില്ല, ആടിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആടിൻ്റെ പാൽ മാത്രം കുടിച്ചുകൊണ്ട്, ആടിൽ നിന്നുള്ള ലാഭം മാത്രം എടുത്തുകൊണ്ട് ജീവിക്കുന്നതായ, മുൻപോട്ട് പോകുന്നതായ അനേകം ഇടയന്മാരെ ഇന്ന് കാണുവാൻ കഴിയും. ഇവിടെ പറയുകയാണ്, എനിക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയില്ല, എനിക്ക് കടന്നുപോയേ മതിയാകൂ. എന്നാൽ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് എന്ന്. 36-ാം വാക്യം നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ പൗലോസിൻ്റെ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച്, ഈ വചനം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. അനേകം വർഷങ്ങൾ ഞാൻ ശാലി ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനിടയായി, അനേകം ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനിടയായി, പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ. അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് ആത്മീയ ജീവിതത്തിൽ വീണു പോകാതെ ബലപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ച്, വളരെ ഹൃദയവേദനയോടുകൂടി കണ്ണുനീരോടുകൂടി അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഭൂതബാധിസ്ഥരായ അനേകം ആളുകൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനെല്ലാം ഇടയായതാണ്. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടെല്ലാം വളരെ സ്നേഹമായിരുന്നു. സഭയിൽ അന്ന് നിറഞ്ഞു നിന്നത് സ്നേഹം മാത്രമായിരുന്നു. പിണക്കങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും തന്നെ സഭയിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് ഒരു 3 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3 മണിക്കൂറുകൾ കൊണ്ട് തീർപ്പാകുമായിരുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മനസ്താപത്തോടുകൂടി വന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപേക്ഷിക്കുമായിരുന്നു, മാപ്പ് പറയുമായിരുന്നു. കാരണം അത്രമാത്രം ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നിരുന്നതായ സമയം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നീലഗിരി പർവ്വതങ്ങളിൽ ഉള്ളതായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ എനിക്കന്ന് മനസ്സിലായിരുന്നു. കാരണം ആത്മാവിൻ്റെ ഭാരത്തോടെ നേടിയെടുത്തതായ എൻ്റെ മക്കളെ, എൻ്റെ കൂട്ടു സഹോദരങ്ങളെ വിട്ടിട്ട് പോകുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അപ്പോൾ ഈ വചനം ഞാൻ ഓർക്കുവാനിടയായി. എനിക്ക് ശേഷം ചില ദുരുപദേശകന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അവർ ആടുകളെ ചിതറിച്ചു കളയും. അവർ ആടുകളോട് ക്രൂരതയോടെ പെരുമാറാനിടയാകും. അവസാനം ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് എന്നെ ട്രെയിൻ കയറ്റുന്നതിന് വേണ്ടി, കോയമ്പത്തൂരിലേക്ക് പോകുന്ന ട്രെയിൻ കയറ്റുന്നതിന് വേണ്ടി ഏകദേശം 250ഓളം ആളുകൾ ശാലി ഗ്രാമത്തിൽ രക്ഷിക്കപ്പെട്ടതായ, കർത്താവിൽ വിശ്വസിക്കുന്ന 250ഓളം ആളുകൾ വരുവാനിടയായി. ആ പ്ലാറ്റ്ഫോമുകളിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും കരയുകയാണ്. നോക്കി നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല. ആരെങ്കിലും മരിച്ചതാണെന്ന് അവർ വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ കടന്നുപോയതിനു ശേഷം ആ സഭ ചിതറിപ്പോകുവാനും ഇടയായി. ഞാൻ 2 വർഷത്തിന് ശേഷം തിരികെ വന്നപ്പോഴേക്കും പകുതിയിൽ കൂടുതൽ ആളുകൾ ചിതറിപ്പോകുവാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ തിരികെ വന്ന സമയത്ത് അവിടെ വന്നിട്ട് ദൈവം അവരെല്ലാം നേടിയെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം കൃപ നൽകി. ചിതറിപ്പോയ എല്ലാ ആളുകളെയും വീണ്ടും കൂട്ടുവാനിടയായി. ഇതിനെല്ലാത്തിനും വലിയൊരു അടിസ്ഥാനമുണ്ട്. നേരത്തെ വൈകുണ്ഠപുരത്ത് അതിനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായി. ഒരുപാട് കഷ്ടത അനുഭവിച്ച് കണ്ണുനീരോടുകൂടിയുള്ളതായ പ്രാർത്ഥനയോടുകൂടിയാണ് ശുശ്രൂഷ പണിതുകൊണ്ടുവന്നത്. എഫെസോസിലെ സഭയെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പൗലോസ് പണിതുകൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയോടെ വെളിപ്പെട്ടത്, ഭൂതങ്ങൾ അലറിയോടിയത്.
അതുപോലെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായത് കൊച്ചുകുട്ടികൾ, സൺഡേ സ്കൂളിലെ കൊച്ചുകുട്ടികൾ കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളോട് അവർ ചെന്ന് ക്ഷമ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ, സൺഡേ സ്കൂൾ കുട്ടികളിൽ പോലും വലിയ ഉണർവുണ്ടാകാനിടയായി. അങ്ങനെയുള്ളതായ ഉണർവ്, ആ വലിയ ഉണർവ് വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേ സഭ തന്നെയാണ് അന്നുണ്ടായിരുന്നതായ അതേ സഭ തന്നെയാണ് ഇപ്പോഴുമായിരിക്കുന്നത്. അതിൽ അനേകം ആളുകൾ കൂടിച്ചേർന്നുവെങ്കിലും അതേ അടിസ്ഥാനത്തിൽ, അതേ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സഭ മുൻപോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടി അത്രത്തോളം പൗലോസ് കഷ്ടപ്പെടുവാനിടയായി. നമ്മൾ 2-ാമത്തെ അധ്യായം വായിക്കുന്നതായ സമയത്ത് ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കുവാൻ എന്ന് തുടങ്ങിയ വചനം നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം. 2:10 മുതൽ. നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ് ദൈവം നാം ചെയ്യേണ്ടതിന് വേണ്ടി അവയെല്ലാം മുന്നൊരുക്കിയിരിക്കുന്നതെന്ന് വായിക്കുകയാണ്. 14-ാമത്തെ വാക്യം കൂടെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്. അങ്ങനെ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ പൗലോസ് കടന്നുപോയി. അവിടെ വളരെ നിഷ്ഠയോടുകൂടി ദൈവവേല നടന്നിരുന്നതായ സഭ, നല്ല വിശ്വാസം ഉണ്ടായിരുന്നതായ ആളുകൾ, അവിടെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു വന്നിരുന്നതായ എഫെസോസിലെ സഭ, ഈ ലാസ്റ്റ് സമയം വന്നപ്പോഴേക്കും യോഹന്നാൻ അവിടെ ചെന്ന് നോക്കിയ സമയത്ത് ചിലർ പറയാറുണ്ട് പൗലോസിന്റെ ശുശ്രൂഷ പൗലോസിൻ്റെതാണ്, യോഹന്നാന്റെ ശുശ്രൂഷ യോഹന്നാനുണ്ട്, അതുപോലെ പത്രോസിന്റെ ശുശ്രൂഷ എന്നൊക്കെ നാമാണ് വിചാരിക്കുന്നത്. അവർ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആ ദൈവദാസന്റെ ശുശ്രൂഷ ആ രീതിയിലാണ്, ഈ ദൈവദാസന്റെ ശുശ്രൂഷ ഈ രീതിയിലാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. സഭ അവൻ്റേതാണ്. ഇന്നവൻ എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ നാളെ നിന്നെ ഉപയോഗിക്കും, അതിനുശേഷം മറ്റൊരാളെ ഉപയോഗിക്കും. ചിലപ്പോൾ നിന്നേക്കാൾ ചെറിയവനെ ഉപയോഗിക്കും, നിന്നേക്കാൾ മുതിർന്ന വ്യക്തിയെയും ഉപയോഗിക്കാം. അവൻ്റെ സഭയാണത്, അത് അവൻ്റെ ഇഷ്ടമാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായ ഒരു കളക്ടർ ഉണ്ട് എങ്കിൽ അദ്ദേഹം 30 വർഷം 40 വർഷം ഇവിടെ തന്നെ ഞാൻ നിന്ന് പ്രവർത്തിച്ച് ഇവിടെ തന്നെ റിട്ടയർഡ് ആകുമെന്ന് തീരുമാനിക്കുവാൻ കഴിയുമോ? അവരെ എവിടേക്കാണോ അയക്കുന്നത് അവിടേക്ക് പോകേണ്ടത് ആവശ്യമാണ്. മേലുദ്യോഗസ്ഥന് ഇഷ്ടമല്ല എങ്കിൽ അയാൾക്ക് തോന്നുന്നിടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെല്ലാം അനുഭവിച്ചുകൊണ്ട്, കഷ്ടത അനുഭവിച്ചുകൊണ്ട് നിൽക്കണം. ഒരു സഭ ദൈവം പറയുന്നതാണ് കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചാണ് നിൽക്കേണ്ടത്. ഒരു ദൈവദാസനെ നമുക്ക് തന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ദാസനിൽ കൂടി നൽകുന്നതായി ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ് പ്രധാനം. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്ദേശത്തെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ സന്ദേശത്തെ ഇഷ്ടപ്പെടുന്നവർ ദൈവത്തിൻ്റെ ദാസനെയും ഇഷ്ടപ്പെടും. ദൈവ സന്ദേശങ്ങൾ അംഗീകരിക്കും. പൗലോസ് ഇവിടെ സ്ഥാപകനാണ്. പൗലോസ് ആ സഭ അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. പൗലോസ് ആരംഭിച്ചത് മറ്റൊരാളായിരിക്കും പിന്നെ കൊണ്ടുപോകുന്നത്. എന്നാൽ ആരു തന്നെ പോയാലും അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ സഭ മുൻപോട്ട് കൊണ്ടുപോകണം. അതാകുന്നു ദൈവത്തിൻ്റെ ഹിതം. നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും എഴുന്നേറ്റ് നിന്നാട്ടെ. എഫെസോസിലെ സഭ കണ്ണുനീരുകൊണ്ട് പണിയപ്പെട്ട സഭയാണ്. ഉപദേശങ്ങൾ കൊണ്ട് പണിയപ്പെട്ടതായ ദൈവസഭയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തിയ സഭയാണ്. സമൃദ്ധി പ്രാപിച്ച സഭയാണ്. എന്നാൽ സഭ വളർന്നതിന് ശേഷം, സഭ സമൃദ്ധി പ്രാപിച്ച് വലുതായതിനു ശേഷം സഭയെ സ്ഥാപിച്ചതായ ആളുകൾ, ദൈവദാസന്മാർ മാറിപ്പോയപ്പോൾ ദുരുപദേശത്തിൽ അകപ്പെടുവാന്, വഴിതെറ്റിപ്പോകുവാനിടയായി. ഇന്ന് വ്രതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ പിശാച് പരിശ്രമം നടത്തുന്നു. നീ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെതാണോ? നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? നിന്റെ വാക്കുകളാണോ നീ കേൾക്കുന്നത്? അതോ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളാണോ കേൾക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനാണോ ഇവിടെ വരുന്നത്? അതോ നിന്റെ വാക്കുകൾ പറയുവാനാണോ ഇവിടെ വരുന്നത്? ഈ ആലയത്തിൽ ഭക്തന്മാരുടെ വാക്കുകൾ മാത്രം കേൾപ്പിക്കണമേ. അനാവശ്യമായ വാക്കുകൾ ഉണ്ടാകുവാൻ ഇടയാകരുതേ. മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാതെ ഞാൻ എന്തുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കാൻ സഹായിക്കണം. എല്ലാവർക്കും വായികളെ തുറന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. സ്വർഗത്തിൽ നിന്ന് നീ കുനിഞ്ഞു നോക്കുമാറാകണമേ. നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നിന്റെ മക്കളെ നോക്കണമേ. ഒരു സഭയായിട്ട് വേർതിരിച്ചിരിക്കുന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ
ആയിരിക്കുന്നു എന്നുള്ളത്, അത് കൈയാണെങ്കിലും അത് കാലാണെങ്കിലും വിരലുകളാണെങ്കിലും അത് ശരീരത്തിലുള്ളതായ പുറമേ കാണപ്പെടുന്നതായ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആണെങ്കിലും അകമേ കാണപ്പെടാത്തതായ അവയവങ്ങൾ ആണ് എങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സഭയിലുള്ളതായ ആളുകൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ താലന്തുകൾ, അവരിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, സൽക്രിയകളെല്ലാം തന്നെ ചെയ്യുവാൻ അവരെ നീ സഹായിക്കുമാറാകണമേ അപ്പാ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹത്താലാണ് ഈ കൂട്ടായ്മ ആരംഭിച്ചത്. നിന്റെ സ്നേഹത്താലാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ശുശ്രൂഷകൾ കൊണ്ട് എന്താണ് പ്രയോജനം? ആദ്യത്തെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ആദ്യത്തെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ നിറയ്ക്കുമാറാകണമേ. നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയായിട്ട്, നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതായ, നിന്റെ രാജ്യത്ത് നിത്യതയോളം വസിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതായ ഒരു സഭയായിട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ